വെൽക്കം ടു മൈ ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. സദൻ ഗസയിലും റഫേലും ഇസ്രായേൽ സേന അവരുടെ സൈനിക അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫലസ്തീൻ ജനത ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അവരുടെ പലായനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ബുധനാഴ്ച മുതൽ ഇതുവരെ 31 ഫലസ്തീനുകൾ റഫേൽ കൊല്ലപ്പെട്ടു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ റെയ്ഡ്, ഒന്നിലധികം മണിയിടപാട് കേന്ദ്രങ്ങൾ നടത്തിയ റെയ്ഡിൽ ഓഫീസിലെ ഫയലുകളും മറ്റുപകരണങ്ങളും പിടിച്ചെടുക്കുകയും ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആഫ്രിക്കൻ പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സിറിൽ രാമഫോസ 30 വർഷത്തിനിടയിൽ ആദ്യമായി വെല്ലുവിളികൾ നേരിടും. വോട്ടർമാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം തൊഴിലില്ലായ്മയും പവർക്കെട്ടുമാണ്. ഹോങ്കോങ്ങിൽ 14 പ്രോ ഡെമോക്രസി ആക്ടിവിസ്റ്റുകൾ ബീജിംഗ് മുന്നോട്ട് വെച്ച ദേശീയ സുരക്ഷാ നിയമം ലംഘിച്ച കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രദേശത്ത് സ്വതന്ത്ര ഇലക്ഷൻ നടത്തണമെന്ന ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. ഏകദേശം 41 ആക്ടിവിസ്റ്റുകൾ 2021 അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഇതിൽ 31 പേർ കുറ്റം സമ്മതിച്ചിരുന്നു. നിരവധി അറബ് നേതാക്കൾ അറബ് ഇസ്രായേൽ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ ബീജിംഗിലെത്തിയിട്ടുണ്ട്. ഗസയിന്മേലുള്ള ഇസ്രായേലിന്റെ യുദ്ധം പ്രധാന ചർച്ചാ വിഷയമായിരിക്കും. ഈജിപ്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, ട്യൂണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ മേഖലയിലെ ചൈനയുടെ വ്യാപാര വികസനവും ചർച്ചയാവും. ചൈന സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ ശക്തമായി പിന്തുണക്കുന്നു. 1967 അതിർത്തി പ്രകാരം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായുള്ള ഒരു പരമാധികാര രാജ്യമായി നിലകൊള്ളാൻ ചൈന മുഴുവൻ പിന്തുണയും ഫലസ്തീന് നൽകുന്നു. ചൈന ഫലസ്തീന് UN മെമ്പർഷിപ്പിന് പിന്തുണ നൽകുകയും ഫലസ്തീന്റെ വിശാലാടിസ്ഥാനത്തിലുള്ള ആധികാരികതയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഏഷ്യയിലെ ചൈനയുടെ താൽപര്യം സുദീർഘവും തന്ത്രപ്രധാനവുമാണ്. 2023 ഡിസംബറിലെ സൗദി അറേബ്യയിലെ കൂടിക്കാഴ്ചയുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ അറബ് ഇസ്രായേൽ ഉച്ചകോടി. നമുക്കറിയാം, ഈ ഉച്ചകോടിയിലെ ചൂടുള്ള വിഷയം ഗസൻ യുദ്ധം തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട മറ്റു പല വിഷയങ്ങളും ഇതിന്റെ കൂടെ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. പരസ്പര ബന്ധമുള്ള 3 വിഷയങ്ങൾ: ഒന്ന്, ഡോളറിന്റെ ഭാവി. ആധുനിക സമ്പദ് ഘടനയിൽ, ആഗോള സമ്പദ് വ്യവസ്ഥയിൽ യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള ഡോളറിന്റെ പങ്ക്. അമേരിക്ക ഡോളറിനെ ഒരു ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വലിയ വിഷയം കൂടുതൽ സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള ഊർജ പരിവർത്തനമാണ്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ മൂലക്കല്ലായി ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നതായി നമുക്കറിയാം. എന്നാൽ പുതിയൊരു ലോകത്തിലേക്കുള്ള മാറ്റം അനിവാര്യമാണ്. അവസാനമായി പ്രാദേശികവും ആഗോളതലത്തിലുമുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണ്. ചൈന എല്ലാ രാജ്യങ്ങളിലും അവിഭാജ്യമായ സുരക്ഷയുടെ വക്താവാണ്. അത് ഫലസ്തീൻ ആണെങ്കിലും അതല്ല, അത് ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്താണെങ്കിലും നിയമാനുസൃതമായ സുരക്ഷ ചൈന അംഗീകരിക്കുന്നതാണ്. ഇത് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ തുടർച്ചയായാണ് കാണുന്നത്. ഡ്രാഗൺ ശക്തിയാകുമ്പോൾ ഫാൽക്കൺ കുതിച്ചെറിയുന്ന കൂട്ടുകെട്ട്. ഇവിടെ മിഡിൽ ഈസ്റ്റിനെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഏഷ്യയെ ഫാൽക്കണായും ചൈനയെ ഡ്രാഗനായും പരാമർശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവും സുരക്ഷിതവുമായ ലോകത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിൽ ഇവർക്ക് അഭിനന്ദനാർഹമായ പങ്കുണ്ട്. മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ ഒരു പാർട്ടിയുടെ ഇടപെടൽ വളരെയധികം വിലപ്പെട്ടതായിരിക്കും. ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള സംഘടനകളിൽ സത്യസന്ധമായ ഒരു മധ്യസ്ഥന്റെ വിലയേറിയ പങ്ക് നാം കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയ്ക്ക് ഇവിടെ ആ റോൾ ചെയ്യാനാവുമെന്നാണ്. കൊറിയ 10ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ തീരത്തേക്ക് വിക്ഷേപിച്ചു. ഏകദേശം 302 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം 10ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ കടലിൽ പതിച്ചതായി ദക്ഷിണ കൊറിയ. സൗത്ത് കൊറിയ ഉത്തര കൊറിയയുടെ പ്രകോപനപരമായ നടപടിയെ കുറ്റപ്പെടുത്തി. വ്യാഴാഴ്ച അതിരാവിലെയാണ് ഈ വിക്ഷേപണം ഉണ്ടായത്. സൗത്ത് കൊറിയ പറയുന്നത് പോങ്യാങ് ഈസ്റ്റിന്റെ പുറത്തുള്ള സുനാൻ ഏരിയയിൽ നിന്നാണ് 10 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ വിക്ഷേപിച്ചതെന്നാണ്. കൊറിയൻ ഉപദ്വീപിന്റെ കടലിലാണ് ഇത് പതിച്ചത്. ഒന്നിലധികം വിക്ഷേപണികളിൽ നിന്ന് തൊടുത്തുവിടുന്ന തരത്തിലുള്ള ലാർജ് ബോർ റോക്കറ്റ് സംവിധാനമാണ് ഇത്. അടുത്തിടെ ഉത്തര കൊറിയ പരീക്ഷിച്ചതാണ്. അധികാരികളുടെ അഭിപ്രായത്തിൽ ദക്ഷിണ കൊറിയ മുഴുവനും ഇതിന്റെ ദൂരപരിധിയിൽ വരും എന്നുള്ളതാണ്. അതിനാൽ തന്നെ സൗത്ത് കൊറിയയും അമേരിക്കയും ഇതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് ജൂറി മുൻ അമേരിക്കൻ പ്രസിഡന്റ് കുറ്റക്കാരനാണെന്ന് ചരിത്രപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു. ഇതോടെ അമേരിക്കയിൽ ആദ്യമായി ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന മുൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് മാറി. സ്റ്റോമി ഡാനിയൽ എന്ന പോൺ ഫിലിം ആക്ട്രസിന് ഹഷ്മണി നൽകിയ പണമിടപാടുകൾ കൃത്രിമം കാണിച്ചുവെന്ന
34 കേസുകളിലും കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തി. ട്രംപിന്റെ കുറച്ച് എതിരാളികൾ കോടതി മുറ്റത്ത് ഒരുമിച്ച് ചേർന്ന് സംഭവം ആഘോഷമാക്കി മാറ്റി.